ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എല്ലാവിടെയും എന്തുണ്ട്? ഒട്ടുമിക്ക എല്ലാ അനാട്ടമിക്കൽ സൈറ്റിലും എന്തുണ്ട്? നോർമൽ ഫ്ലോറ ഉണ്ട്. ഓക്കെ, എന്താണ് ഈ നോർമൽ ഫ്ലോറ? അതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്? അത് നമുക്ക് എന്തെങ്കിലും ഹാർംഫുൾ എഫക്ട് ഉണ്ടാവോ? അതിന് നമുക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ എഫക്ട് ഉണ്ടോ? അതിനെപ്പറ്റി, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ഫ്ലോറനെ കൊണ്ടുള്ള ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോർമൽ ഫ്ലോറ എന്നുള്ള ടോപ്പിക്സിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് റുട്ടീൻലി ഫൗണ്ട് ഗ്രോയിങ് ഓൺ ദ ബോഡി ഓഫ് ഹെൽത്തി ഇൻഡിവിജ്വൽസ്. അതായത് നമ്മുടെ ഹെൽത്തി ഇൻഡിവിജ്വൽസിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ അനാട്ടമിക്കൽ സൈറ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിന്റെ കളക്റ്റീവ്ലി പറയുന്നതാണ് നോർമൽ ഫ്ലോറ. അല്ലെങ്കിൽ it is a mixture of microorganisms that are regularly found at any anatomical site of human body. നമ്മുടെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽസിന്റെ പല അനാട്ടമിക്കൽ സൈറ്റിനകത്ത് കാണപ്പെടുന്ന നോർമൽ ആയിട്ട് വരുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ കളക്റ്റീവ്ലി പറഞ്ഞ പേരാണ് നോർമൽ ഫ്ലോറ എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നോർമൽ ഫ്ലോറനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെസിഡന്റ് ഫ്ലോറ ആൻഡ് ട്രാൻസിയന്റ് ഫ്ലോറ എന്നുള്ള രീതിയിൽ നമ്മൾ നോർമൽ ഫ്ലോറനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ റെസിഡന്റ് ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേര് തന്നെ റെസിഡന്റ് ഫ്ലോറ, അവിടെ തന്നെ വിസ്റ്റാൻഡ് ചെയ്യും ഫോർ ദർ ലൈഫ് ടൈം. അതായത് ദിസ് കൺസിസ്റ്റ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് that constantly present on body surfaces and so known as, and it is also known as commensal organisms. അതായത് എന്താണ്? നമ്മുടെ ലൈഫ് ടൈം ഫുൾ ടൈം ആയിട്ട് എന്തുണ്ടാവും? ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് commensal bacterias അല്ലെങ്കിൽ commensal organisms. Then transient bacteria അല്ലെങ്കിൽ transient flora എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is a group of non-pathogenic organisms. They live on the skin and mucous membrane for hours ആയിരിക്കാം, അല്ലെങ്കിൽ ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീക്സ് ആയിരിക്കാം. ആൻഡ് ഡു നോട്ട് പെർമനന്റ്ലി ലൈവ്, അതിന്റെ ലൈഫ് ടൈം മൊത്തത്തിൽ അവിടെ സ്പെയർ ചെയ്യുന്നില്ല. ചിലത് എന്തായിരിക്കും? ചില അവേഴ്സ് ആയിരിക്കാം, ചിലത് വീക്സ് ആയിരിക്കാം, ചിലത് ഡേയ്സ് ആയിരിക്കാം. ഓക്കെ, ആ രീതിയിലുള്ള ട്രാൻസിയന്റ് ഫ്ലോറ ആയിരിക്കും. അതായത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസിയന്റ് ഫ്ലോറ മാറിപ്പോകും, വേറെ ഓർഗാനിസംസ് വരും. ഈ രീതിയിലാണ് നമ്മൾ നോർമൽ ഫ്ലോറനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് ദ റെസിഡന്റ് ഫ്ലോറ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ട്രാൻസിയന്റ് ഫ്ലോറ എന്നുള്ള രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? അതായത് നോർമൽ ഫ്ലോറയുടെ നമ്മുടെ കമ്പോസിഷൻ ഓഫ് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ഫ്ലോറയുടെ കമ്പോസിഷന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ നേച്ചർ ഓഫ് ലോക്കൽ എൻവയോൺമെന്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ അതർ ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയായിരിക്കും നേച്ചർ ഓഫ് ലോക്കൽ എൻവയോൺമെന്റ്? ഇതിനകത്ത് വന്നാണ് ഫസ്റ്റ് വന്നാണ് ഏജ്. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിയോനേറ്റ്സിലുള്ള നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല അഡൽട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാവുക. ദെൻ അഡൽട്ടിലുള്ളതായിരിക്കില്ല ഓൾഡ് ഏജിൽ വരുന്ന സമയത്ത് ഉണ്ടാവുക. ഈ രീതിയിലൊക്കെ നോർമൽ ഫ്ലോറ എന്ത് ചെയ്യും? ഏജിനെ ബേസ് ചെയ്ത് മാറി വരും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ സെക്സ്. മെയിൽസിലുള്ള നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല ഫീമെയിൽസിൽ ഉണ്ടാവുക. ദെൻ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, അതായത് ദിവസവും രണ്ടു നേരം കുളിക്കുന്ന ആൾക്കാരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല ഇതുവരെ ഉണ്ടായിട്ട് കുളിക്കാത്ത ആളുടെ മുകളിലുള്ള നോർമൽ ഫ്ലോറ. ദെൻ ടൈപ്പ് ഓഫ് ക്ലോത്തിങ്സ്, ദെൻ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് വെയർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നോർമൽ ഫ്ലോറ. ദെൻ പി എച്ച് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പൊ നമ്മുടെ ബോഡി പി എച്ച് എന്തായിരിക്കും? നോർമൽ ന്യൂട്രൽ പി എച്ച് ആണ് അല്ലെ. ചിലത് എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് അസിഡിക് പി എച്ചിൽ ഉണ്ടാവാം, ചിലത് ബേസിക് പി എച്ച് ഉണ്ടാവാം. ദെൻ ആ ഒരു പി എച്ച് ചേഞ്ചിലും ബാക്ടീരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ടെമ്പറേച്ചർ, അതായത് ചിലത് എന്തായിരിക്കും? നമ്മുടെ ഈ നല്ല തണുത്ത ഏരിയയിൽ നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ ജമ്മു കാശ്മീരിൽ നിൽക്കുന്ന ആ ഇൻഡിവിജ്വൽസിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന നോർമൽ ഫ്ലോറ ആയിരിക്കില്ല ഒരിക്കലും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് കാണുന്ന ഇൻഡിവിജ്വൽസിന്റെ അകത്ത് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചറിനൊക്കെ എന്ത് ചെയ്യും? നോർമൽ ഫ്ലോറ ചേഞ്ച് ചെയ്യും. ദെൻ ഒക്യുപ്പേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഇതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ ഫാർമേഴ്സിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല നമ്മുടെ AC സെറ്റപ്പ് റൂമിന്റെ അകത്ത് ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന നോർമൽ ഫ്ലോറ. ദെൻ ഓക്സിജന്റെ എമൗണ്ട്, അതായത് ഇപ്പൊ ലോ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളുടെ നോർമൽ ഫ്ലോറയും ദെൻ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളുടെ നോർമൽ ഫ്ലോറ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. ദെൻ വാട്ടർ, അതായത് എന്തായിരിക്കും? നല്ല വെള്ളത്തിൽ നിൽക്കുന്ന ആളുടെ നല്ല വാട്ടർ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സ്ഥലത്തുള്ള ആളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നോർമൽ ഫ്ലോറയും ദെൻ നല്ല മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന ആളുടെ നോർമൽ ഫ്ലോറ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ന്യൂട്രീഷണൽ അവൈലബിലിറ്റി, നമ്മൾ കഴിക്കുന്ന ഫുഡിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പൊ സൊമാലിയയിൽ കാണുന്ന ആൾക്കാരുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന്റെ അകത്തുള്ള നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല ഇപ്പൊ അമേരിക്കയിലും ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുടെ നോർമൽ ഫ്ലോറ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് കാണുന്ന നോർമൽ ഫ്ലോറ. അതായത് നമ്മുടെ ന്യൂട്രീഷണൽ അവൈലബിലിറ്റിനെ ഈ നോർമൽ ഫ്ലോറ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്.
Then other factors വരുന്നതാണ് പെരിസ്റ്റാൾസിസ്. നമുക്കറിയാം പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് അല്ലെ. ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന് എന്ത് ഈ ഒരു നോറോഫോറിന്റെ കമ്പോസിഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സലൈവ, എന്തെങ്കിലും സലൈവയ്ക്ക് എന്തെങ്കിലും ആന്റി ഫാഗോസൈറ്റിക് ആക്ഷൻ ഉണ്ടോ? യെസ്, ഫാഗോസൈറ്റോസ് എന്താണ് ഫാഗോസൈം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലൈസോസോം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, they also provide antibacterial activity ഉണ്ട്. then എന്ത് ചെയ്യും, സലൈവയെ ഡിപ്പെൻഡ് ചെയ്യും. then lysozyme secretion, അതായത് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ലൈസോസൈം സെക്രീഷൻ വേരി ചെയ്തിരിക്കും. then secretion of immunoglobulins, അതായത് ആന്റിബോഡി പ്രൊഡക്ഷനും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ നോർമൽ ഫ്ലോറയുടെ ഡീകമ്പോസിഷൻ ഓഫ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെ അകത്ത് വരുന്ന ചേഞ്ചസ് അവരവരുടെ നോർമൽ ഫ്ലോറയിലും ചേഞ്ച് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഇത് നമുക്ക് നോക്കാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഈ നോർമൽ ഫ്ലോറയുടെ ആൾട്രേഷന് ചേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ആദ്യം കണ്ട എന്താണ്, എന്തൊക്കെ ഉള്ളത് കൊണ്ടാണ് നോർമൽ ഫ്ലോറയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ എന്താണ്, എന്തെല്ലാം സബ്സ്റ്റൻസസ് ഈ ആൾട്രേഷൻ ഓഫ് നോർമൽ ഫ്ലോറയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് ദ ഇമ്മ്യൂണോസെനസൻസ്. പേര് കേൾക്കുമ്പോൾ എന്താണ് ഇമ്മ്യൂണോസെൻസ്, വല്ലാത്തൊരു സെറ്റപ്പ് അല്ല, വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇമ്മ്യൂണോസെൻസിങ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്താണ്, ഏജിങ് ആണ്. ദെൻ ഇറ്റ് ഇൻഫ്ലുവൻസ് മൈക്രോബയോട്ട ഓഫ് ഓൾ സൈറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എന്താണ്, ഇപ്പോൾ നിയോനേറ്റ്സിൽ ഉണ്ടാവുന്ന ആളുടെ നോർമൽ ഫ്ലോറ ആയിരിക്കത്തില്ല, കുറച്ച് ഡെവലപ്പ് ചെയ്ത് അഡൽട്ടിൽ ഉണ്ടാവാം. ഇമ്മ്യൂൺ സെനസൻസ് എന്താണ്, വളരെ ഏജിൽ ആയ സമയത്ത് എന്ത് സംഭവിക്കുന്നു, നോർമൽ ഫ്ലോറ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ അനാട്ടമിക് സൈറ്റിലും നോർമൽ ഫ്ലോറയുടെ ആൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ഇസ് ദ മാൽ ന്യൂട്രീഷൻ. അതെന്താണ്, നല്ല രീതിയിൽ ഫുഡൊന്നും കിട്ടാത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഫുഡ് ഒന്നും കഴിക്കാനൊന്നും കിട്ടുന്നില്ല. അതിനനുസരിച്ചുള്ള നോർമൽ ഫ്ലോറ നമ്മുടെ ബോഡിയിലും ചേഞ്ചസ് വരുന്നുണ്ടാവും. ദെൻ ഡിക്രീസ്ഡ് മ്യൂക്കോസീലിയറി ക്ലിയറൻസ്. നമുക്കറിയാം എന്താണ്, ഈ മ്യൂക്കോസീലിയറി ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന്റെ കോളനൈസേഷൻ അങ്ങ് ഇൻക്രീസ് ചെയ്താണ്. ദെൻ ഡിക്രീസ് ഗ്യാസ്ട്രിക് ആസിഡ് പ്രൊഡക്ഷൻ. നമുക്കറിയാം എന്താണ്, ഗ്യാസ്ട്രിക് HCl ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഒട്ടുമിക്ക എല്ലാ ഓർഗാനിസും കില്ല് ചെയ്ത് പോകും അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഗ്യാസ്ട്രിക് HClന്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടെ ആവശ്യത്തിന് അസിഡിക് pH ഉണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഈ സ്റ്റൊമക്കിന്റെ അകത്ത് കോളനൈസേഷൻ ഓഫ് ഓർഗാനിസം ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ലാക്ക് ഓഫ് ഈസ്ട്രജൻ. ഈ ഈസ്ട്രജന്റെ എമൗണ്ട് കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വജനയിൽ ഉണ്ടാവുന്ന ആസിഡ് പ്രൊഡക്ഷനും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, പാത്തജനിക് ഓർഗാനിസത്തിന്റെ കോളനൈസേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇത്രയാണ് നമ്മുടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അൾട്രേഷൻ ഓഫ് നോർമൽ ഫ്ലോറ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ നോർമൽ ഫ്ലോറയുടെ ഇമ്പോർട്ടൻസ് ആണ്. നോർമൽ ഫ്ലോറയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നോർമൽ ഫ്ലോറയ്ക്ക് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യലി ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഒരു പാത്തജനിക് മൈക്രോ ഓർഗാനിസത്തിന്റെ അകത്ത് ഈ നോർമൽ ഫ്ലോറ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ മൗത്തിന്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് സ്ട്രെപ്റ്റോകോക്കെ നോർമലി നോർമൽ ഫ്ലോറ ആയിട്ട് നമ്മുടെ മൗത്തിന്റെ അകത്ത് ഉണ്ടെന്ന് പറയും. ഈ സ്ട്രെപ്റ്റോകോക്കെ എന്ത് പ്രൊഡക്ഷൻ നടക്കും, സ്ട്രെപ്റ്റോകോക്കെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് സംഭവിക്കുന്നു, ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയനെയും ബാക്ടീരിയയുടെ കോളനൈസേഷൻ ഇൻഹിബിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഈ സ്ട്രെപ്റ്റോകോക്കെ ഉള്ളത് കൊണ്ട് പാത്തജനിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ നടക്കുന്നില്ല. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിന്റെ അത് കോളിഫോം ബാക്ടീരിയസ് ഉണ്ട്, അത് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, കോളിസിൻസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ കോളിസിൻസ് എന്ത് സംഭവിക്കുന്നു, ഈ നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിന്റെ അകത്ത് വരുന്ന പാത്തജനിക് ബാക്ടീരിയയെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, കോളനൈസേഷന് സഹായിക്കും, ഒരു പരിധി വരെ കോളനൈസേഷനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കും due to the presence of these colicins produced by coliform bacillus. Then lactobacillus നോക്കാം. അതായത് വജനൽ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ എന്തുണ്ടാവും, ഗ്ലൈക്കോജന്റെ യൂസ് ചെയ്തിട്ട് ലാക്ടോബാസിലസ് എന്ത് ചെയ്യും, ഗ്ലൈക്കോജനെ യൂസ് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് pH മാറുന്നു, അസിഡിക് pH മാറുന്നു. ഈ അവിടെ വജനയിൽ അസിഡിക് pH ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല, ഈ നെസീരിയ ഗൊണേറിയയുടെ കോളനൈസേഷൻ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഗൊണോകോക്കൽ ഇൻഫെക്ഷന് എന്ത് ചെയ്യാം, ഗൊണോകോക്കൽ ഇൻഫെക്ഷന് വരാതിരിക്കേണ്ടിയിട്ട് ഈ ലാക്ടോബാസിലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കാണപ്പെടുന്ന പ്രൊപ്യോണി ബാക്ടീരിയ. ഈ പ്രൊപ്യോണി ബാക്ടീരിയം എന്തിന്റെ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊപ്യോണിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ചെയ്യും. ഈ പ്രൊപ്യോണിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്, അസിഡിക് pH ആണ് വരുന്നത് അല്ലെ. അന്നേരം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഒരു ലോ pH മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇതെന്ത് സംഭവിക്കുന്നു, ഇത് കോളനൈസേഷനെയും അതുപോലെ തന്നെ പാത്തജനിക് ബാക്ടീരിയയുടെ കോളനൈസേഷനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും ഒരു പരിധി വരെ അങ്ങ് സപ്രസ് ചെയ്ത് കളയും ഈ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് പ്രൊപ്യോണിക് ആസിഡ്. Then എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ക്യാൻ ഏബിൾ ടു സ്റ്റിമുലേറ്റ് ഓവറോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റ്. അതായത് എന്താണ്, നോർമൽ ഫ്ലോറ ഉണ്ട്, എന്താണ് അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഡെവലപ്പ് ആകുന്നു. ഇത് എന്ത് സംഭവിക്കുന്നു, ആക്ച്വലി നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഓവറോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ നോർമൽ ഫ്ലോറയിലും പാത്തജൻ നമ്മൾ വെയിൽ ഫിലിക്സ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, എന്തായിരുന്നു, ആന്റിജനിക് ഷെയറിംഗ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു
എൻ്റെ ഡിഫറെന്റ് ഓർഗാനിസംസ് എന്നുള്ള രീതിയിൽ. അങ്ങനെ അങ്ങനെ ചില കേസിൽ എന്ത് സംഭവിക്കുന്നു, ഈ നോർമൽ ഫ്ലോറയും ഏതെങ്കിലും പാത്തജനിക് ബാക്ടീരിയയും തമ്മിലുള്ള ആന്റിജനിക് ഷെയറിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ത് കിട്ടും, ഓൾറെഡി നോർമൽ ഫ്ലോറ ഉള്ളത് കൊണ്ട് ഈ ഒരു ആന്റിജൻ അഗേൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നു. എന്ത് സംഭവിക്കുന്നു, പാത്തജനിക് ബാക്ടീരിയ വരുന്നു, അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കോമൺ ആന്റിജൻ ഷെയർ ഉള്ളത് കൊണ്ട് അതിനും കൂടി എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ആന്റിബോഡി പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു ബാക്ടീരിയയും കൂടി കില്ല് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ദ ഓവറോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ. അതുകൂടാണ് എന്താണ്, പ്രൊവൈഡ് സം ന്യൂട്രിയൻസ്. അതായത് നമുക്കറിയാം നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ നോർമലി വൈറ്റമിൻ B12 സിന്തസിസ് നടക്കുന്നില്ല. നമ്മളത് എങ്ങനെ നമുക്ക് വൈറ്റമിൻ B12 കിട്ടുന്നത്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന്റെ അകത്തുള്ള കോളിഫോം ബാസിലസ് വൈറ്റമിൻ കെയും വൈറ്റമിൻ B12 സിന്തസിസ് നടക്കുന്നത്. ആ ഒരു വൈറ്റമിൻ B12 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സോർപ്ഷൻ ചെയ്യുന്നത്. ഇതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്സ് ട്രീറ്റ് ചെയ്യും. ചില ആൾക്കാർ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഒക്കെ സിമ്പിൾ ആന്റിബയോട്ടിക്സ് തരുന്നു. അതിന്റെ കൂടെ നമുക്ക് എന്തും കൂടി തരും, ചില ഡോക്ടേഴ്സ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരും, വൈറ്റമിൻ B12 ടാബ്ലറ്റ്സ് തരും. കാരണം എന്താണ്, ഈ നോർമൽ ഫ്ലോറ നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിന്റെ അകത്തുള്ള നോർമൽ ഫ്ലോറ അങ്ങ് വാഷ് ഔട്ട് ആയി പോകും. നമുക്ക് എന്തിന്റെ ഡിപ്ലീഷൻ വരാം, വൈറ്റമിൻ B12 ഡിപ്ലീഷൻ വരാം. അത് ഓവർകം ചെയ്യേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, പ്രീഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ B12 ക്യാപ്സ്യൂൾ തരും അല്ലെങ്കിൽ ടാബ്ലറ്റ് തരും. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നു, വൈറ്റമിൻ കെയും വൈറ്റമിൻ B12 സിന്തസിസ് ആര് നടക്കുന്നുണ്ട്, നമ്മുടെ നോർമൽ ഫ്ലോറ നടക്കുന്നുണ്ട്. ഓൾസോ എന്ത് ചെയ്യും, നോർമൽ ഫ്ലോറ ഈ പാത്തജനിക് ബാക്ടീരിയയുടെ കോളനൈസേഷനെ പ്രിവെന്റ് ചെയ്യും. എങ്ങനെയായിരിക്കും, മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, നോർമൽ ഫ്ലോറ ഉണ്ട്, ഒരു സൈറ്റിൽ ഒരു നോർമൽ ഫ്ലോറ ഓൾറെഡി ഉണ്ട്. അങ്ങോട്ടേക്ക് ആരും വരുന്നു, ഒരു പാത്തജനിക് ബാക്ടീരിയ വരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വരും. ഈ നോർമൽ ഫ്ലോറയും പാത്തജനിക് ബാക്ടീരിയ തമ്മിലുള്ള കോമ്പറ്റീഷൻ വരും ഈ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത് എന്താണ്, ഓൾറെഡി അവിടെ നോർമൽ ഫ്ലോറ ഉണ്ട്. ചില ബാക്ടീരിയാസ് എന്ത് സംഭവിക്കുന്നു, അവിടെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് തന്നെ ചില പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. ആ ഒരു സർഫസിലേക്ക് ചില പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് വേറെ ഏതെങ്കിലും ബാക്ടീരിയ വരുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ബാക്ടീരിയക്ക് രണ്ടാമത് വരുന്ന ബാക്ടീരിയക്ക് എന്തായിരിക്കും, അത് ചിലപ്പോൾ ഹാർംഫുൾ എഫക്റ്റ് വരാം. അതായത് ഒരു നോർമൽ ഫ്ലോറ നമ്മുടെ ബോഡിയിലുണ്ട്, അത് എന്തെങ്കിലും പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു പാത്തജനിക് ബാക്ടീരിയ വരുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു പാത്തജനിക് ബാക്ടീരിയക്ക് ഈ പുതിയ നമ്മുടെ പണ്ടത്തെ നോർമൽ ഫ്ലോറ റിലീസ് ചെയ്ത സബ്സ്റ്റൻസസ് എന്തായിരിക്കും, ചിലപ്പോൾ ഹാർംഫുൾ ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും, ഈ പാത്തജനിക് ബാക്ടീരിയ ഒന്നുകിൽ കില്ല് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കോളനൈസേഷൻ ചെയ്യാൻ പറ്റാണെങ്കിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഈ ഒരു ഇത്രയും ഡിഫറെന്റ് മെത്തേഡ്സ് വഴിയാണ് എന്ത് ചെയ്യാം, നമ്മുടെ നോർമൽ ഫ്ലോറയുടെ അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി എന്തൊക്കെയായിരിക്കാം നോർമൽ ഫ്ലോറയുടെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്, ഇതൊരു മൈക്രോ ഓർഗാനിസംസ് ആണ് വരുന്നത് അല്ലെ. എപ്പോഴാണോ നമ്മുടെ അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവേഡ് ആവുന്ന കണ്ടീഷൻ, ഓക്കെ, ഒന്നെങ്കിൽ ഏജിങ് വെച്ച് ലോവേഡ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി കൊടുക്കാം, അല്ലെങ്കിൽ HIV പേഷ്യന്റ് ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവേഡ് ആവുന്ന സമയത്ത് ഈ നോർമൽ ഫ്ലോറ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, പാത്തജനിക് ആയിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവേഡ് ആവുന്ന സമയത്ത് ഈ നോർമൽ ഫ്ലോറ പാത്തജനിക് വൺസ് ആയിട്ട് മാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് എന്താണ്, കൺഫ്യൂഷൻ ഇൻ ദ ഡയഗ്നോസിസ്. ഇതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ UTIയുടെ സമയത്ത്, നമ്മൾ അവിടെ UTI ആൻഡ് ഓൾസോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന്റെ സമയത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ സാമ്പിൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറ ഉണ്ടാവും, കമൻസൽ ബാക്ടീരിയംസും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതെടുക്കാം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എടുക്കാം. അവിടെ എന്താണ് നോർമൽ ഫ്ലോറ ആയിട്ട് ആര് വരുന്നുണ്ട്, ഈക്കോളി ക്ലബ്സിയല്ലേ വരുന്നുണ്ട്. പാത്തജൻ ആയിട്ട് ആര് വരുന്നുണ്ട്, ഈക്കോളിയന്റെ ക്ലബ്സ്, ഈക്കോളിയന്റെ സാൽമോണല്ല ഷിജല്ല അല്ലെ. ഈ സമയത്ത് എന്ത് സംഭവിക്കും, ഇതിൽ ഏതാണ് നോർമൽ ഫ്ലോറ, ഏതാണ് പാത്തജനിക് വൺസ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതാണ് കൺഫ്യൂഷൻ ഇൻ able to cause confusion in the diagnosis, and they may act as a pathogens in tissue other than their normal inhabitants. Example, coliforms may cause UTI. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഒരു ഏരിയയിൽ എന്തായിരിക്കാം, നോർമൽ ഫ്ലോറ ആയിരിക്കാം. സെയിം ബാക്ടീരിയ വേറൊരു അനാട്ടമി സൈറ്റിൽ എത്തുമ്പോൾ എന്തായിരിക്കും, പാത്തജനിക് വൺസ് ആയിട്ട് മാറും. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ UTIന്റെ അകത്ത് വരുന്ന ഏറ്റവും കോസ് ചെയ്യുന്നവരാണ് ഈക്കോളെ. എന്താണ്, അത് വേറെ ഒരു അനാട്ടമിക് സൈറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈക്കോളെ നോർമൽ ഫ്ലോറയാണ് അല്ലെ. അതേസമയത്ത് ഗ്യാസ്ട്രോ യൂറിനറി ട്രാക്ട് വന്നിട്ട് എന്താണ്, ഈക്കോളെ പാത്തജനിക് വൺസ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ ഇസ് ദ ഡ്രഗ് റെസിസ്റ്റൻസ് സ്ട്രെയിറ്റ്സ്. അതായത് എന്ത് ചെയ്യും, നമ്മുടെ നോർമൽ ഫ്ലോറ തന്നെയാണ്. ഈ നോർമൽ ഫ്ലോറയുടെ അകത്ത് ചില കേസ് എന്ത് ചെയ്യാം, ഈ നോർമൽ ഫ്ലോറാസ് ഏതെങ്കിലും ഡ്രഗ്സിന് റെസിസ്റ്റന്റ് പാറ്റേൺ കാണിക്കുക എമർജ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ
എന്തായിരിക്കും നോർമൽ ഫ്ലോറ തന്നെയാണ്. ഇതെന്താണ് ഡ്രഗ് റെസിസ്റ്റൻസ് സ്ട്രെയിൻസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ നോർമൽ ഫ്ലോറ ഡ്രഗ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷൻ വരാൻ ചാൻസസ് കൂടുതലാണ്. അതായത് ഓൾറെഡി എന്താണ് നോർമൽ ഫ്ലോറ ആണ്, ദെൻ നമ്മൾ കഷ്ടകാലത്തിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത നോർമൽ ഫ്ലോറ എന്ന് വിചാരിക്കാം. ഇതിന് എന്ത് സംഭവിക്കുന്നു, അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പാറ്റേൺ എമർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്തിനെ ഇന്റർഫിയർ ചെയ്യും, നമ്മുടെ ആന്റിബയോട്ടിക് തെറാപ്പിനെ നല്ല രീതിയിൽ അത് ഇന്റർഫിയർ ചെയ്യും. ഇത്രയാണ് ഡിഫറൻസ് മെക്കാനിസംസ് ഓഫ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോർമൽ ഫ്ലോറ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറേഞ്ച്മെന്റ് ഓഫ് നോർമൽ ഫ്ലോറസ് ആണ്. നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഡിഫറെന്റ് അനാട്ടമിക് സൈറ്റ്സിൽ ഏതൊക്കെ നോർമൽ ഫ്ലോറയുടെ അറേഞ്ച്മെന്റ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്കിന്നിന്റെ മുകളിൽ നമ്മൾ നോക്കുക. നമ്മുടെ സ്കിന്നിനെ പറ്റി പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്കിന്നിന്റെ മുകളിൽ അബൌട്ട് 10-12 മൈക്രോബ്സ് വരെ നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് വൈഡ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് നോർമൽ ഫ്ലോറയിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്ന 3 എണ്ണമാണ്. ദാറ്റ് ഈസ് ഡിഫ്തീരിയോയിഡ്സ്, മൈക്രോകോക്കൈ ആൻഡ് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 സ്പീഷീസ് ആണ് ഈ 3 ഗ്രൂപ്പ്സ് ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അത് കൂടാണ്ട് കുറച്ച് ഈസ്റ്റും ഫംഗി ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ബാക്ടീരിയയുടെ കോളനൈസേഷൻ മെയിൻ ആയിട്ട് ബോഡിയുടെ അകത്ത് വരുന്ന ബാക്ടീരിയ കോളനൈസേഷൻ ഓൺ ബോഡി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ pH, ഓക്സിജൻ കപ്പാസിറ്റി, വാട്ടർ ആൻഡ് സെക്രീഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഫ്തീരിയോയിഡ്സ്, മൈക്രോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ ഇത് കൂടാണ്ട് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കണ്ടുവരുന്ന ബാക്ടീരിയാസ് ആണ് കോൺസ് വരും. ദാറ്റ് ഈസ് കോയാഗുലേസ് നെഗറ്റീവ് സ്റ്റാഫ് ഓറിയസ് വരാം. ദെൻ ഈക്കോളെ, പ്രോട്ടിയസ് സ്പീഷീസ്, സ്റ്റാഫ് എപ്പിഡെർമിഡിസ്, ബാസിലസ് സ്പീഷീസ്, കോർണിബാക്ടീരിയം, മാലസേസിയ ഫർഫർ, കാൻഡിഡ, മൈക്രോബാക്ടീരിയം, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കോളനൈസേഷൻ കാണും. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു പെർസെന്റേജ് ആണ്. സ്റ്റാഫ് ഓറിയസ് ഉണ്ട്, മെയിൽസിൽ 38ഉം ഫീമെയിൽസിൽ 44% ആണ് കണ്ടുവരുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്, മൈക്രോകോക്കസ് ലൂട്ടിയസ്, ബാസിലസ് സ്പീഷീസ്, സ്റ്റാഫ് എപ്പിഡെർമിഡിസ്, ഇക്കോളെ, ക്ലബ്സിയല്ല, ഓക്സിറ്റോക്ക, ദെൻ പ്രോട്ടിയസ് മിറാബിലിസ്, അസിറ്റോബാക്ടർ ബൊമാനി, എൻട്രോബാക്ടർ എറോജൻസ്, സിട്രോബാക്ടർ ഫ്രൂണ്ടൈ, നെസീരിയ സ്പീഷീസ്, സ്യൂഡോമോണാസ് എറോജിനോസ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കോളനൈസേഷൻ കണ്ടുവരുന്നത്. നമ്മുടെ ഐസിന്റെ നോക്കുന്ന സമയത്ത് ഈ ഐൽ ഒരിക്കലും എന്തില്ല ഒരു റെസിഡന്റ് ഫ്ലോറ എന്നുള്ള രീതിയിൽ വരുന്നില്ല. എപ്പോഴും എന്തേ വരുന്നുള്ളൂ, ട്രാൻസിറ്ററി ഫ്ലോറ എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മുടെ നോർമൽ ഐയുടെ കൺജങ്ക്റ്റിവൽ ആണെങ്കിലും ഐയിലാണെങ്കിലും വരുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റെഫലോകോക്കൈ വരാം, സ്ട്രെപ്റ്റോകോക്കൈ വരാം, ഡിഫ്തീരിയോയിഡ്സ് വരാം, ഹീമോഫിലസ്, നെസീരിയ, കോൺസ്, കോർണിബാക്ടീരിയം, മൊറാക്സല സ്പീഷീസ് ഒക്കെയാണ് നമ്മുടെ ഐയുടെ മുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ബാക്ടീരിയാസ്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫ്തീരിയോയിഡ്സ് ഉണ്ടാവും, സ്റ്റാഫ് എപ്പിഡെർമിഡിസ്, സ്റ്റാഫ് ഓറിയസ്, കോൺസൽ നെസീരിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ കൺജങ്ക്റ്റിവലും ഐയിലും കണ്ടുവരുന്നത്. മൗത്ത് ആൻഡ് ഓറോഫാരിങ്സ്. നമ്മുടെ ഇത് മൗത്ത് ഓറോഫാരിങ്സ് എവിടെ വരുന്നത്, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് വരുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റെഫലോകോക്കൈ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കൈ, ഡിഫ്തീരിയോയിഡ്സ്, സ്പൈറോകിഡ്സ്, നെസീരിയ, ഹീമോഫിലസ്, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്, ലാക്ടോബാസിലസ്, ആക്ടിനോമൈസസ്, ദെൻ അനറോബിക് സ്പൈറോകിഡ്സ്, വിബ്രിയോസ്, ഫ്യൂസേറിയം, കോളിഫോംസ്, മൈക്രോപ്ലാസ്മ, വെല്ലിയോണെല്ല, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മുടെ മൗത്ത് ആൻഡ് ഓറോഫാരിങ്സ് കണ്ടുവരുന്നത്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ നോക്കുന്ന സമയത്തിൽ സ്റ്റൊമക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റാഫ്, ലാക്ടോബാസിലസ്, എച്ച് പൈലോറി, പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കൈ. ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ അപ്പർ ഇൻറ്റെസ്റ്റൈനിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ടോബാസിലസ് ഉണ്ട്. അതുകൂടാണ്ട് എൻട്രോകോക്കൈ സച്ചസ് എൻട്രോകോക്കസ് ഫീക്കാലിസ് ഉണ്ട്. ദെൻ ബാക്ടീരിയോയിഡ്സ്, എൻട്രോബാക്ടീരിയസ് ഫാമിലീസ്, ദാറ്റ് ഈസ് ഈക്കോളൈ, ക്ലബ്സിയല്ല, സെറേഷ്യ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ദെൻ മൈക്രോബാക്ടീരിയൽ സ്പീഷീസ് ആൻഡ് ക്ലോസ്ട്രീഡിയ സ്പീഷീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ അകത്ത് കണ്ടുവരുന്നത്. ദെൻ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നോക്കുന്ന സമയത്ത് ലോവർ ഇൻറ്റെസ്റ്റൈനൽ കോളനിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അനറോബ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 90% ഓഫ് അനറോബ്സ് ആണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. ബാക്ടീരിയോയിഡ്സ് ഉണ്ട്, ക്ലോസ്ട്രീഡിയൻ സ്പീഷീസ് ആണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ എൻഡറിക്സ് ബാസിലസ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്കോളൈ ആൻഡ് അതിന്റെ റിലേറ്റീവ്സ് ഈക്കോളൈ, ക്ലബ്സിയല്ല, സെറേഷ്യ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ഫ്യൂസോബാക്ടീരിയം, കോൺസ്, പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കൈ, ലാക്ടോബാസിലസ്, എൻട്രോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, അസിറ്റോബാക്ടർ, മൈക്രോബാക്ടീരിയൽ സ്പീഷീസ്, ആക്ടിനോമൈസസ്, സ്യൂഡോമോണാസ്, കാൻഡിഡ ഒക്കെയാണ് മെയിൻ ആയിട്ട് ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ അകത്ത് കണ്ടുവരുന്നത്. ദെൻ ഔട്ടർ ഇയർ നോക്കുന്ന സമയത്ത് ഈ ഔട്ടർ ഇയർ എന്തായിരിക്കും, നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫ്ലോറ എവിടെയും കൂടി കാണാൻ പറ്റും, നമ്മുടെ ഔട്ടർ ഇയറിലും കൂടി കാണാൻ പറ്റും.
ഇതിൻ്റെ അത് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കണ്ടുവരുന്ന എല്ലാ ബാക്ടീരിയയും കാണും നമ്മുടെ ഔട്ടർ ഇയറിന്റെ മുകളിൽ. പിന്നെ അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് സ്പീഷീസ് ആയിരിക്കും. ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്ട് ആസ് ആൻ ഓപ്പർച്യൂണിസ്റ്റിക് ഇയർ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവേഡ് ആകുന്ന സമയത്ത് ഈ സ്യൂഡോമോണാസ് പോയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് കണ്ടുവരുന്നത് വെച്ചാൽ കോൺസ് ഉണ്ട്, ഡിഫ്തീരിയോയിഡ്സ് ഉണ്ട്, ദെൻ ഒക്കേഷണലി എൻട്രോബാക്ടീരിയസും കണ്ടുവരുന്നുണ്ട്. ദെൻ നമ്മുടെ നോസ് നോക്കുന്ന സമയത്ത് കോൺസ് ഉണ്ട്, വിരിഡാൻ സ്ട്രെപ്റ്റോകോക്കെ, സ്റ്റാഫ് ഉണ്ട്, നെസീലിയ, ഹീമോഫിലസ്, ന്യൂമോകോക്കെ സ്പീഷീസ്. ദെൻ ജെനറ്റോ യൂറിനറി ട്രാക്ട് നോക്കുന്ന സമയത്ത് യൂറിത്ര എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ് ഉണ്ടാവാം, ഡിഫ്തീരിയോയിഡ്സ്, സ്ട്രെപ്റ്റോകോക്കെ, മൈക്രോബാക്ടീരിയ, ഫ്യൂസോബാക്ടീരിയ, പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ദെൻ വജൈനയിൽ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ ബാലൻസ്ഡ് പോപ്പുലേഷൻ ഓഫ് ഈസ്റ്റ്, ദാറ്റ് ഈസ് കാൻഡിഡേ ഉണ്ടാവും, ആൻഡ് ലാക്ടോബാസിലസും ആണ് വജൈനയിൽ നോർമൽ വജൈനയുടെ അകത്ത് കണ്ടുവരുന്നത്. പിന്നെ അത് കൂടാണ്ട് പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ ഉണ്ടാവും, സ്ട്രെപ്റ്റോകോക്കെ ഉണ്ടാവും, ക്ലോസ്ട്രീഡിയം സ്പീഷീസ്, ഗാർഡനെല്ല വജൈനാലിസ് ഒക്കെയാണ് നോർമൽ വജൈനയിൽ കണ്ടുവരുന്നത്. പിന്നെ മൈക്രോബാക്ടീരിയസ് മെഗ്മാറ്റിസ് എന്ന് പറഞ്ഞ ഓർഗാനിസം പെനിസിന്റെ മുകളിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നോർമൽ യൂറിൻ എന്താണ്? സ്റ്റെറൈൽ ആണ്. ദെൻ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വോയിഡിംഗ് ആണ് എന്ത് സംഭവിക്കുന്നത്? മൈക്രോബ്സിന്റെ കണ്ടാമിനേഷൻ വരുന്നത്. The next one is the antimicrobial defense mechanisms of skin. നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് ഉള്ള ആന്റിമൈക്രോബിയൽ ഡിഫൻസ് മെക്കാനിസംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള കെരാറ്റിനോസൈറ്റ്സ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ എന്തുണ്ട്? കെരാറ്റിനോസൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? കുറച്ച് ഓർഗാനിസത്തിന് മാത്രമേ ഈ ഒരു കെരാറ്റിനെ ലൈസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഈ കെരാറ്റിൻ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പറഞ്ഞിട്ടുള്ള ഹെയറിലുണ്ട്, നെയിലുണ്ട്, ഔട്ടർ സ്കിന്നിന്റെ മുകളിലൊക്കെയാണ് ഈ കെരാറ്റിൻ റിച്ച് സബ്സ്റ്റൻസസ് ഉള്ളത്. ദെൻ കെരാറ്റിനോലൈറ്റിക് എൻസൈംസ് ഉള്ള ഓർഗാനിസത്തിന് മാത്രമേ ഉള്ളൂ നോർമലി നമ്മുടെ സ്കിന്നിന്റെ മുകളിലോട്ട് ഈ കെരാറ്റിനെ പെനിട്രേറ്റ് ചെയ്ത് കോളനൈസേഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഇങ്ങനെ കോളനൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിലും എന്തുണ്ട്? അവിടെ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട് അല്ലെ. ദെൻ കണ്ടിന്യൂസ് ഷെഡിങ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നോർമൽ സ്കിൻ എന്താണ്? ഡെയിലി ഷെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഓർഗാനിസം നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കോളനൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും? നമ്മുടെ കണ്ടിന്യൂസ് ഷെഡിങ് ഓഫ് ഔട്ടർ എപ്പിത്തീലിയൽ സെൽസ് നടക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? ആ ഔട്ടർ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ കോളനൈസേഷൻ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അങ്ങ് ഈ എപ്പിത്തീലിയൽ സെൽസ് ഷെഡ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഷെഡ് ചെയ്ത് പോകും. ദെൻ പിന്നെന്താണ്? സ്കിന്നിന്റെ മുകളിൽ ചില ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസും എന്തിനെ പ്രിവെന്റ് ചെയ്യും? ഈ ബാക്ടീരിയ കോളനൈസേഷനെ പ്രിവെന്റ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ഈ സ്വെറ്റ് ഗ്ലാൻഡ് എന്തിനെ റിലീസ് ചെയ്യുന്നു? ലൈസോസൈം എന്ന് പറഞ്ഞ എൻസൈമിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ലൈസോസൈമിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബാക്ടീരിയന്റെ അകത്ത് നാഗും നാമും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നാഗും നാമും കറക്റ്റ് ചെയ്യുന്ന ബീറ്റാ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ പോയിട്ട് അങ്ങ് കൺക്ലീവ് ചെയ്ത് കളയും. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അവിടെ സെൽവാൾ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. സ്വെറ്റ് ഗ്ലാൻഡിന് എന്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്? കുറെ വൈഡ് എമൗണ്ട് ഓഫ് ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സിന്റെ പ്രൊഡക്ഷനെയും എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അത് വരുന്നതാണ് ഹോർമോണൽ ആക്ടിവിറ്റി. ഈ ഹോർമോണൽ ആക്ടിവിറ്റിന്റെ ഫലമായിട്ട് എന്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും? സെബത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ഈ സെബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫ്ലൂയിഡ് ഫ്രം ഓയിൽ ഗ്ലാൻഡ്സ് ആണ്. ഇങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് സെബം ഈ ഒരു ഗ്ലാൻഡിന്റെ മുകളിൽ, സെബേഷ്യസ് ഗ്ലാൻഡിന്റെ മുകളിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു മൈക്രോ എൻവയോൺമെന്റ്, അതായത് ഒരു ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു മൈക്രോ എൻവയോൺമെന്റിലേക്കുള്ള കണ്ടീഷനിലേക്ക് വരുന്നു. ഇതിനെന്ത് സംഭവിക്കുന്നു? ഓർഗാൻസ് അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ട്രിഗർ ചെയ്യുന്നു? ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്നു. ആ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അവിടെ ട്രിഗർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു? റെഡിങ്ങും സ്വെല്ലിങ്ങും ഉണ്ടാവും. ആ ഒരു ഗ്ലാൻഡിന്റെ റെഡ്നെസ്സും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിരിക്കും. ദെൻ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? സെബം അല്ലെങ്കിൽ കെരാറ്റിൻ ഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ഹെഡ് അല്ലെങ്കിൽ പിമ്പിൾസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്? സെബേഷ്യസ് ഗ്ലാൻഡിന്റെ അത് വെച്ചാൽ ഹൈ എമൗണ്ട് ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡിൽ സെബം സെക്രീഷൻ ചെയ്യുന്നുണ്ടാവും. ദെൻ ഹൈ എമൗണ്ട് അവിടെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? അവിടെ ഓർഗാനിസം വരുന്ന ഒരു മൈക്രോ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടന്നിട്ട് അവിടെ റെഡ്നെസ്സും സ്വെല്ലിങ്ങും സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡും നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഓയിൽ ഗ്ലാൻഡ്സ് എന്തിനെ സെക്രേറ്റ് ചെയ്യും? കോംപ്ലക്സ് ലിപ്പിഡ്സിനെ സെക്രേറ്റ് ചെയ്യും. ചില എന്ത് സംഭവിക്കുന്നു? ഈ കോംപ്ലക്സ് ലിപ്പിഡ്സിനെ സെക്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ എന്ത് സംഭവിക്കുന്നു? ഈ ലിപ്പിഡിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ എൻസൈംസ് ഉണ്ടാവും. അതായത് ഈ ലിപ്പിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് അങ്ങനെയാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ഇതെന്ത് ചെയ്യും? നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും ഫംഗയ്ക്കും എന്ത് ചെയ്യും? ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നോർമൽ ഫ്ലോറയുടെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.